പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. പറ, ചങ്ങഴി, നാഴി, ഗഞ്ചറ. ആടിന്റെ തോലാണ് കേട്ടോ. പറ ഇനി ചെയ്യാനോട്ടുള്ളത് ഇവിടെ നിന്ന് ചെത്തി ചെത്തി കളയണം. ദേ നോക്കേ, ഈ ഒരു പാവം മനുഷ്യനെ കണ്ടോ? വീടിന്റെ ഒരു സൈഡിലിരുന്ന് പ്ലാവിന്റെ ഒറ്റത്തടിയിൽ ഈ മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കുന്നത് എന്താണെന്ന് കണ്ടോ? എന്തുകൊണ്ട് വിശേഷം? വിശേഷമൊന്നും ഇല്ലേ, നമ്മളെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാല്ലേ? പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് ചെയ്യുന്ന? പറയും ചെയ്യുന്നുണ്ട്. പറ, ചങ്ങഴി, നാഴി, ഗഞ്ചറ. ഗഞ്ചറ എങ്ങനെ ആൾക്കാർ ഇവിടെ നേരത്തെ ഓർഡർ കൊണ്ട് തരുമോ? അത് ഓരോന്നും രണ്ടെണ്ണം ഒക്കെ ഓരോരുത്തർ പാർട്ടി മേടിച്ചോണ്ട് പോകും അല്ലേ? നമ്മൾ ഇത് ചെയ്യുന്നത് ഏത് തടിക്കാത്താ? പ്ലാവിന്റെ തടിയാ അല്ലേ? അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്ത് വെക്കും. ഇതുണ്ടോ, ഇതെല്ലാം പ്ലാവിന്റെ തടിയാണ് കേട്ടോ. ഇപ്പൊ നാഴി ചെയ്യാനുള്ള അല്ലേ? അരി അളക്കുന്ന നാഴി അല്ലേ? ഇത് നാഴി ചെയ്യാനുള്ള, അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? ഇത് ചെങ്ങഴി ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിപ്പോ ചെയ്യുന്നത് പറയാണ്. ഈ ഒരു രീതിയിലേക്ക് ചെത്തി എടുക്കും. അപ്പൊ ഇതിന് കൊളുത്തും കാര്യങ്ങളൊക്കെ വെക്കുന്നേ അതെല്ലാം ചെയ്തു കൊടുക്കും. നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്നേ? വേറെ ആൾക്കാരുണ്ട്. അപ്പൊ അച്ഛന് ഇത് ചെയ്തു കൊടുക്കും അല്ലേ? ഇത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന അവര് ചെയ്തു കൊടുക്കും. ഇതാരാ വിൽക്കുന്നേ? അച്ഛൻ്റെ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടുമോ? ഫിനിഷ് ചെയ്ത് തരുമോ ഇവിടുന്ന്? പറയും ചെയ്യുന്നുണ്ട്, നാഴിയും ചെയ്യുന്നുണ്ട്, ചെങ്ങഴിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പുള്ള ഗഞ്ചറ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടുന്ന പരിപാടിയുള്ള സാധനം, അത് മെയിനായിട്ടും എനിക്ക് തോന്നുന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനെ പോലെയുള്ള ആൾക്കാർ പണിയുന്ന ഇതുപോലത്തെ നാഴിയും പറയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കോൺടാക്ട് ചെയ്യാം. കാരണം ഈ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ അതിർത്തിയാണ്. ഇത് മാവേലിക്കര താമരക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇതെല്ലാം ചെയ്യുന്നത് പ്ലാവിന്റെ തടിയിലാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ടൊക്കെ ആൾക്കാർ വന്ന് വാങ്ങിച്ചായിരുന്നു വന്ന്, പല സ്ഥലത്തു നിന്നും ആൾക്കാർ വന്ന്. അച്ഛൻ വയറിലായല്ലേ? ഞാൻ മിക്കവാറും ഇതുവഴിയൊക്കെ കറങ്ങി വരുന്നതാണ്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനെ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇതിപ്പം പറയാണ്. ഇത് കണ്ടില്ലേ? ഈ പറ ഇനി ചെയ്യാനോട്ടുള്ളത് ഇവിടെ നിന്ന് ചെത്തി കളയണം. കളഞ്ഞു കഴിയുമ്പോഴാണ് അത് പറയായിട്ട് മാറുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതെന്തോ സംഭവം എന്നറിയോ? ഇത് മറ്റേ നമ്മുടെ ഗഞ്ചറയില്ലേ, ഗഞ്ചറ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗഞ്ചറയും നാഴിയും പറയൊക്കെ വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ആലപ്പുഴ ജില്ലയിൽ താമരക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ AJ ദന്താശുപത്രിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിപ്പം വർക്ക് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇതിനകത്ത് ഇനി സൈഡിൽ ഇനി കൊളുത്തൊക്കെ സെറ്റ് ചെയ്ത് ഇതിനി എനിക്കൊന്ന് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഇതിനകത്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള പരിപാടിയാണ്, കുറേ വർഷമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു വീടിൻ്റെ പോർഷനാണ്. അത്യാവശ്യം എല്ലാ പരിപാടികളും ചെയ്യും. ദേ ഈ ഒരു സംഭവം എന്താണെന്നറിയോ? ഇതാണ് അച്ഛൻ പറഞ്ഞ ഗഞ്ചറ. ഒന്ന് കൊട്ടി കാണിച്ചേ. ഗഞ്ചറ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഈ ആഘോഷ പരിപാടികൾക്കൊക്കെ ഇതിനെന്തോ വേണം. ഇത് ഏതിൻ്റെ തോലാണ്? ഇത് പോത്തിൻ്റെ ആണ്, ആടിൻ്റെ തോലാണ് കേട്ടോ. ഗഞ്ചറ വേണമെങ്കിൽ അച്ഛനോട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇത് ഗഞ്ചറ പണിയാനുള്ളതാണോ? ഇത് സോറി ഇത് നാഴി പണിയാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന് കൊത്തിക്കളയുമ്പോൾ എത്ര നേരം എടുക്കും? കുറെ നേരം എടുക്കുക? ഒരു ദിവസം എടുക്കും. അപ്പൊ കഷ്ടപ്പാടിന്റെ ക്യാഷാണ് കേട്ടോ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്തു തരും. ഇത് ആടിന്റെ തോല് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്ഥലം മറന്നുകൊണ്ട, ഈ അച്ഛൻ്റെ ഒരു സംരംഭമാണ്, കുറേ വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാട് നിറഞ്ഞാണ് ഈ ഒരു തൊഴിൽ. 40 കൊല്ലമായിട്ടുള്ള പരിപാടിയാണ് ഇതല്ലേ? ഈ പറയും ചെങ്ങഴി നാരിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലത്തിന് മുകളിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സഹായിക്കുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പലയിടത്തു നിന്നും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് പറ നമ്മുടെ നാട്ടിൽ പണ്ട് വടക്കോട്ടൊക്കെ മാറി ഏട്ടംപറ, പാട്ടംപറ, അങ്ങനെ കുറേ പറകളുണ്ട്. പല അളവിലുള്ള പറകളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ പറ എപ്പോഴും ഒരളവാണ് അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അച്ഛനെ പുതിയ വിശേഷങ്ങളൊന്നും നിങ്ങൾക്കായിട്ട് പങ്കുവെച്ചാണ്. സ്ഥലം മറന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താമരക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഇത് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ ബോർഡറാണ് കേട്ടോ.